പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 17 വ്യാഴം. പ്രധാന വാർത്തകൾ. ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നു. 1450 സ്വദേശികൾക്ക് 2025 ആദ്യപാദത്തിൽ തൊഴിൽ നൽകി. 236 പേർക്ക് IT തസ്തികകളിലും നിയമനം നൽകിയതായും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ഈ മേഖലകളിലെല്ലാമായി 5380 സ്വദേശികൾക്ക് ഈ വർഷം തൊഴിൽ ഉറപ്പാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ്, IT മേഖലകളിലെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. വരും മാസങ്ങളിൽ കൂടുതൽ പ്രവാസികൾക്ക് ഈ രംഗത്ത് തൊഴിൽ നഷ്ടമാകും. ആശയവിനിമയ വിവരസാങ്കേതിക മേഖലയിലെ സ്വദേശിവൽക്കരണ നിരക്ക് 2026ഓടെ 50 മുതൽ 100% വരെ ആയി ഉയരും. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഒമാൻ വിഷൻ 2040 അനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്വദേശിവൽക്കരണം. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കും. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മാസം മുതൽ സ്വദേശിവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും. 2027 അവസാനം വരെ തുടരും. ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%മാണ് സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ടിരുന്നത്. ഇത് പൂർത്തിയാക്കാൻ മന്ത്രാലയത്തിന് സാധിച്ചിരുന്നു. 2040ഓടെ ഈ മേഖലകളിലെ പ്രൊഫഷണൽ ജോലികൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ യോഗ്യരായ ഒമാനി കേഡർമാരെ പ്രവാസികൾക്ക് പകരം നിയമിക്കാനാണ് സ്വദേശിവൽക്കരണത്തിലൂടെ അധികൃതർ ശ്രമിക്കുന്നത്. ഉപഭോക്തൃ നിയമങ്ങൾ ഉറപ്പുവരുത്തുക, അവബോധം വളർത്തുക, പരാതികൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നിങ്ങളുടെ കരാർ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റ് നേതൃത്വം നൽകുന്ന സംരംഭത്തിലൂടെ സുൽത്താനേറ്റിലുടനീളം വാണിജ്യ ഇടപാടുകളിൽ കൂടുതൽ നിയമപരമായ സുതാര്യത ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം, എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ, അനുബന്ധ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഉപഭോക്താക്കളും ദാതാക്കളും തമ്മിലുള്ള ശരിയായ കരാറുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നീതി, സുതാര്യത, ഇൻവോയ്സുകളുടെയും കരാറുകളുടെയും ശരിയായ ഉപയോഗം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിലൂടെ എല്ലാ കക്ഷികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും നിയമലംഘനങ്ങൾ കുറയ്ക്കാനും വാണിജ്യരീതിയിൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്താനും ക്യാമ്പയിൻ ശ്രമിക്കുന്നു. നിയമപരമായ അവബോധം വർദ്ധിപ്പിക്കുക, വിപണി ഇടപാടുകളിൽ വിശ്വാസം വളർത്തുക, ഉപഭോക്തൃ അവകാശ ചട്ടങ്ങൾ അനുസരിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് എല്ലാ മേഖലകളെയും വാണിജ്യ ഇടപാടുകളെയും ഇതുവഴി അധികൃതർ നിരീക്ഷിക്കും. വാണിജ്യ ഇടപാടുകൾക്കിടയിലും ശേഷവും പൊതുജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ അറിയിക്കുന്നതിനായി വിപണികളിൽ ബോധവൽക്കരണ സംഘങ്ങളെ വിന്യസിപ്പിക്കും. അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ അധികൃതർ. അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ കൂടുതൽ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടക്കുന്നത്. പഴം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്നത്. ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ
കൂടുതലാണെന്നതിനാൽ ഇവ സുലഭമാണ്. തണ്ണിമത്തൻ, ഓറഞ്ച്, മുസംബി, വാഴപ്പഴം, മുന്തിരി തുടങ്ങിയവ തെരുവിലെത്തുന്ന കച്ചവടക്കാരിൽ നിന്ന് ലഭിക്കും. വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. മയക്കുമരുന്നുമായി പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ നിന്നാണ് ബംഗ്ലാദേശ് പൗരനെ പിടികൂടിയത്. വിൽപ്പനയ്ക്കായി എത്തിച്ച മയക്കുമരുന്ന് ഗുളികകൾ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. അപകടകരമായി വാഹനമോടിച്ച സ്വദേശി പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് സംഭവം. പോലീസ് പട്രോളിംഗ് വാഹനം പോലെ പ്രതി വാഹനത്തിന്റെ നിറം മാറ്റുകയും ലൈസൻസ് പ്ലേറ്റ് മറയ്ക്കുകയും ചെയ്തതായും പോലീസ് കണ്ടെത്തി. നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും അധികൃതർ അറിയിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സൂർ വിലായത്തിൽ വെയർഹൗസിൽ മോഷണം നടത്തിയ 4 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇലക്ട്രിക് കേബിളുകൾ, ബാറ്ററികൾ എന്നിവ മോഷണം പോയ സംഭവത്തിൽ പാകിസ്ഥാൻ പൗരന്മാരാണ് പിടിയിലായത്. ഇവരിൽ 2 പേർ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരാണെന്നും പോലീസ് കണ്ടെത്തി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 29ാമത് എഡിഷൻ മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 34 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രസാധകരുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഏപ്രിൽ 24-ന് തിരശ്ശീല ഉയരുന്നതോടെ ആരംഭിക്കുന്ന സർഗവസന്തം മെയ് 3 വരെ തുടരും. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫഹദ് ബിൻ അൽ ജുലന്ത അൽ സയീദിന്റെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുമെന്നും ഇൻഫർമേഷൻ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അറിയിച്ചു. വിൽപ്പനയ്ക്കുള്ള ആഭരണങ്ങളിൽ സർക്കാർ രേഖകൾ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന് കീഴിൽ മസ്കത്ത് ഗവർണറേറ്റിലെ വിവിധ കടകളിലാണ് പരിശോധനകൾ നടന്നുവരുന്നത്. രേഖകൾ ഉറപ്പുവരുത്താത്ത സ്ഥാപനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ വീട്ടിൽ വൻ തീപിടുത്തം. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. തീ കത്തിപ്പടർന്നതോടെ വീടിന്റെ ഇരുനിലകളിലും നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. വടക്കൻ ഷർക്കിയ യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സഹായികളായി. തീപിടുത്ത കാരണം വ്യക്തമല്ല. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.